3 ചേരുവകൾ കൊണ്ട് ആവിയിൽ വേവിച്ചെടുക്കുന്ന വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന ഒരു ശ്രീലങ്കൻ മധുര കേട്ടോ ഇന്ന് നമ്മൾ തയ്യാറാക്കി എടുക്കാൻ പോകുന്നത്. നല്ല ടേസ്റ്റുമായിട്ട് ഇത് കഴിക്കാനായിട്ട് വീട്ടിലുള്ള ചേരുവ മാത്രം മതി. വറ്റലപ്പം 1/4 കപ്പ് നല്ല തിക്കായിട്ടുള്ള തേങ്ങാപ്പാൽ എടുക്കുക. അതിലേക്ക് 1/4 കപ്പ് പൊടിച്ച ശർക്കര ചേർത്ത് കൊടുക്കുക കേട്ടോ. ശർക്കരക്ക് പകരം കരിപ്പെട്ടിയാണ് കേട്ടോ ഇതിന്റെ ഒറിജിനൽ റെസിപ്പീസിൽ. അപ്പോൾ അതില്ലാത്തതുകൊണ്ട് ഞാൻ ശർക്കര എടുത്തു കേട്ടോ. ഒരു 125 ഗ്രാം ഒക്കെ ഉണ്ടാവും. അത് നന്നായിട്ട് മിക്സ് ചെയ്ത് ശർക്കര മെൽട്ടായതിനു ശേഷം അതിലേക്ക് 3 മുട്ട ചേർത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പതപ്പിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. പിന്നെ അതിലേക്ക് 1/4 ടീസ്പൂൺ ഏലക്കപ്പൊടിയും 2 നുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ, മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതവിടെ മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. ഇനി നമ്മൾ ഏതിലാണോ ഇത് ആവിക്ക് വേവിക്കുന്നത് ആ ഒരു ട്രേ എടുക്കുക. അത് നെയ്യ് പുരട്ടിയതിന് ശേഷം അതിലേക്ക് ഇത് അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക. അരിക്കണം കേട്ടോ എന്തായാലും. എന്നിട്ട് ഇതുപോലെ അലുമിനിയം ഫോയിൽ വെച്ചിട്ട് അടച്ചിട്ടോ അല്ലെങ്കിൽ ആവി കിടക്കാത്തൊരു മൂടി വെച്ചിട്ടോ അത് നന്നായിട്ട് അടച്ചിട്ട് സ്റ്റീമറിൽ ആവി വന്നതിന് ശേഷം അതിൽ വെച്ചിട്ട് ഒരു 30 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അതാ 30 മിനിറ്റിന് ശേഷം ഞാൻ തുറന്നിട്ടുണ്ട്.